ഹേ ഗായ്സ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. 12 ദിവസത്തെ ട്രിപ്പിൽ 5-ാമത്തെ ദിവസമാണ്. പ്രത്യേകിച്ച് ഇന്ന് കാണിക്കാനായിട്ടും പറയാനായിട്ടും ഒന്നുമില്ല. രാവിലെ എണീറ്റു, പതിവ് പോലെ ഫ്രഷായി. അപ്പോൾ ഓരോരുത്തർ വണ്ടിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓരോരുത്തർ ആലപ്പുഴയ്ക്കും ഓരോരുത്തർ കോവളത്തേക്കൊക്കെയാണ് പോകുന്നത്. അവിടെ പാർക്കിങ്ങിലുള്ളവർ. എനിക്ക് പിന്നെ അന്ന് തേക്കടിയിൽ തന്നെയാണ് സ്റ്റേ ഉള്ളത്. 2 ദിവസമായിരുന്നു. അതിൽ ഒരു ദിവസം നമ്മൾ അവിടെ നിന്ന് മൂന്നാറിന് യാത്ര ചെയ്ത് തിരികെ വന്നു. പിന്നെ ഒരു ദിവസം അവിടെ തന്നെയാണ് സ്റ്റേ. അപ്പോൾ അരുൺ രാവിലെ ഫോണിൽ കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. അവന് ഉച്ചയ്ക്ക് പോയാൽ മതി. ഉച്ചയ്ക്കാണ് അവരുടെ ബോട്ടിംഗ് എല്ലാം ബുക്ക് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഗസ്റ്റ് രാവിലെ 9:30-ക്കുള്ള ബോട്ടിങ്ങാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ 8:45 തന്നെ അവിടെ നിന്ന് ഇറങ്ങണം. അങ്ങനെ ഹോട്ടൽസിൻ്റെ സൈഡിൽ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. ഞാനപ്പോൾ പോയി ഫ്രഷപ്പായിട്ടൊക്കെ വന്ന് നേരെ ഗസ്റ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അവർ എപ്പോൾ വിളിക്കും എന്നുള്ളത് പറഞ്ഞിട്ടില്ല. 8:45 പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു കൂട്ടുകാരോട്. അപ്പോൾ തന്നെ ഗസ്റ്റ് വിളിച്ചു, നേരെ പോകാമെന്ന് പറഞ്ഞു. നേരെ വണ്ടിയെടുത്ത് അവരെ കൊണ്ട് ബോട്ടിംഗ് സെൻറ്ററിൽ വിട്ടിട്ട് ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പറ്റിയില്ല ഹോട്ടലിൽ. വന്നതിന് ശേഷം നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടുകാരനുണ്ട്, ഹണി ബീ ഫാമിൻ്റെ ഓണർ. പുള്ളിക്കാരനെ കണ്ടു, പരിചയപ്പെട്ടു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ തിരക്കി. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്, വെറൈറ്റി ടൈപ്പ് ഓഫ് ഹണീസ്. പിന്നെ ആർക്കോ കൊടുക്കാനുള്ളൊരു പാഴ്സലും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് വർത്തമാനം പറഞ്ഞിരുന്ന സമയത്താണ് ഗസ്റ്റ് വിളിച്ചത്. എന്നിട്ട് നേരെ ഹോട്ടലിൽ പോയി. ഹോട്ടലിൽ ആണെങ്കിൽ എനിക്കെന്തോ ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, പുലാവൻ ചിക്കനൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാനും അരുണും കൂടെ വെള്ളം കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പിന്നെ ഗസ്റ്റ് അപ്പം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് രാത്രി ഡിന്നർ പുറത്തുനിന്ന് ആക്കാം. അങ്ങനെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നവജ്യോതി ഹോട്ടലിലേക്കാണ് പോയത്, തേക്കടിയിലുള്ള. അവിടെ അത്യാവശ്യം നല്ല ഫുഡാണ്. ഞാൻ ഓർഡർ ചെയ്തത് ചപ്പാത്തിയും പനീറുമാണ്. അപ്പോൾ ഗസ്റ്റ് എനിക്ക് ഡിന്നർ എനിക്ക് സ്പോൺസർ ചെയ്തു, ഞങ്ങളുള്ള കഴിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചപ്പാത്തിയും പനീർ കറിയും ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല കഴിക്കാനായിട്ട് നല്ല സ്വാദുണ്ടായിരുന്നു. എനിക്കറിയില്ല എന്താണെന്ന്, ഒരുപാട് നാളിന് ശേഷം വെജിറ്റേറിയൻ കഴിക്കുന്നതുകൊണ്ടാണോന്നും അറിയത്തില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഗസ്റ്റ് പറഞ്ഞു ഞങ്ങളൊന്ന് മാർക്കറ്റിലൊക്കെ പോയിട്ട് വരാം, ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം. ഞാൻ പറഞ്ഞു ഓക്കെ, അതൊക്കെ പോയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു, സാവധാനം വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ, നവജ്യോതിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അതൊക്കെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിരുന്നപ്പോഴത്തേക്ക് അവർ തിരികെ വന്നു. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അവരെ. അപ്പോൾ അവർ വന്നതിന് ശേഷം നേരെ ഹോട്ടലിലേക്ക് തിരികെ പോന്നു.